ഒരു ബിരിയാണിയും സ്റ്റാർട്ടപ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മിക്കവരും വിചാരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ എന്ത് ഇത്ര പാട്, കുറച്ച് അരിയും ചിക്കനും മസാലയും കൂടെ ഇട്ടങ്ങ് വേവിച്ചെടുത്താൽ പോരെ, എളുപ്പമല്ലേ എന്ന്. ഇതുപോലെ തന്നെ ആപ്പിന്റെ കാര്യത്തിലും വിചാരിക്കും കുറെ ഫീച്ചേഴ്സ് ഒക്കെ അങ്ങ് ബിൽഡ് ചെയ്തിട്ട് അങ്ങ് ഇറക്കി വിട്ടാൽ പോരെ, ഇന്നാകുമ്പോൾ ഒരാഴ്ചയും കൊണ്ട് സുഖമായിട്ട് വെച്ചിട്ട് ആപ്പ് അടിച്ചിറക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാ വേണ്ടേ? ഇതിലൊഴിക്കുന്ന എണ്ണയുടെ അളവ്, അരിയുടെ വേവ്, ചിക്കന്റെ വേവ്, മസാല, ഉപ്പ്, ഇനി ദം ചെയ്യുന്ന സമയം, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു സ്റ്റാർട്ടപ്പ് അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ടോ, പൊസിഷനിങ്, ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, റവന്യൂ സ്ട്രീംസ്, ബിസിനസ് മോഡൽ, അതിന്റെ യൂണിറ്റ് എക്കണോമിക്സ്, ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിരിയാണിയുടെ കേസിൽ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ നല്ലൊരു ഷെഫ് വേണം, ശരിയല്ലേ? കാരണം അവരാണ് പലതവണ ഈ ബിരിയാണി ഉണ്ടാക്കി കത്തിച്ച് കളഞ്ഞും പിന്നെയും പിന്നെയും ട്രൈ ചെയ്ത് ഒരു ബിരിയാണി എങ്ങനെ അടിപൊളിയാക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടപ്സിന്റെ കേസിൽ അഡ്വൈസേഴ്സും മെന്റേഴ്സും അതേപോലെ സ്ട്രാറ്റജിനെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണയുള്ള ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് മേടിക്കാനും ആപ്പ് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അടിപൊളി ബിരിയാണി ഉണ്ടാക്കാനും നല്ല അടിപൊളി ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാനും കുറച്ച് പാടാണ്.